2026 ജൂലൈ 2 വ്യാഴാഴ്ച ഇന്നത്തെ നിങ്ങളുടെ രാശിഫലം അറിയാം. തയ്യാറാക്കിയത് ജയറാണി EV. മേടം രാശി അശ്വതി ഭരണി കാർത്തിക ആദ്യ കാൽഭാഗം. പോലീസ്, പട്ടാളം തുടങ്ങിയ സാഹസിക തൊഴിലുകളിൽ ഏർപ്പെടുന്നവർക്ക് പ്രശംസയും അംഗീകാരങ്ങളും ലഭിക്കും. വളരെ കാലമായി കാത്തിരുന്ന പഴയ സുഹൃത്തുക്കളെ കണ്ടുമുട്ടുന്നത് മനസ്സിന് ഉന്മേഷമുണ്ടാക്കും. ഇടവം രാശി കാർത്തിക അവസാന മുക്കാൽ ഭാഗം, രോഹിണി മകയിരം ആദ്യ പകുതി ഭാഗം. മനസ്സിൽ അകാരണമായ ഭയമോ ഉത്കണ്ഠയോ ഉണ്ടാകാൻ ഇടയുണ്ട്. പ്രധാനപ്പെട്ട രേഖകളോ വസ്തുക്കളോ നഷ്ടപ്പെടാൻ സാധ്യതയുള്ളതിനാൽ അതീവ ജാഗ്രത പാലിക്കുക. ഉദര സംബന്ധമായ അസ്വസ്ഥതകളും ശാരീരിക ക്ഷീണത്തിനും സാധ്യത കാണുന്നുണ്ട്. മിഥുനം രാശി മകയിരം അവസാന പകുതി ഭാഗം, തിരുവാതിര പുണർദം ആദ്യ മുക്കാൽ ഭാഗം. സംസാരത്തിൽ മിതത്വം പാലിക്കുന്നത് ശത്രുദോഷം കുറയ്ക്കുവാൻ സഹായിക്കും. അറിയാത്ത കാര്യങ്ങളിൽ അഭിപ്രായം പറയുന്നത് പലപ്പോഴും വിനയാകാൻ ഇടയുണ്ട്. കോടതി കേസുകളിൽ പരാജയം അനുഭവപ്പെടുവാനും ഇടയുണ്ട്. കർക്കിടകം രാശി പുണർദം അവസാന കാൽഭാഗം, പൂയം ആയില്യം. മാർക്കറ്റിംഗ്, വാഹന മേഖലകളിൽ ബിസിനസ് നടത്തുന്നവർക്ക് വിറ്റുവരവ് വർദ്ധിക്കുവാൻ അനുകൂലമായ സാഹചര്യങ്ങളുണ്ട്. കുടുംബത്തിലേക്ക് പുതിയൊരു അംഗം കടന്നു വരുവാൻ സാധ്യതയുള്ള മംഗളകരമായ ദിവസമാണ് ഇന്ന്. ചിങ്ങം രാശി മകം പൂരം ഉത്രം ആദ്യ കാൽഭാഗം. എതിരാളികളെയും ശത്രുക്കളെയും പരാജയപ്പെടുത്തുവാൻ സാധിക്കുന്ന ദിവസമാണിന്ന്. ആരുടെയും ദുഷ്പ്രവണതകളെ മറികടക്കാൻ കരുത്ത് ലഭിക്കും. സ്ത്രീകളിൽ നിന്നുള്ള പിന്തുണയും സഹായവും എല്ലാ കാര്യങ്ങളിലും ഉണ്ടാകും. കന്നിരാശി ഉത്രം അവസാന മുക്കാൽ ഭാഗം, അത്തം ചിത്ര ആദ്യ പകുതി ഭാഗം. അപമാനത്തിനോ അന്തസ് ക്ഷതമേൽക്കുന്ന സാഹചര്യങ്ങൾക്കോ സാധ്യതയുള്ളതിനാൽ ജാഗ്രത പാലിക്കുക. ദാമ്പത്യ ജീവിതത്തിൽ ചെറിയ അസ്വാരസ്യങ്ങൾ ഉടലെടുക്കാം. ആഡംബരങ്ങൾക്കായി അമിതമായി പണം ചെലവഴിക്കുന്നത് സാമ്പത്തിക ഭദ്രതയെ ബാധിച്ചേക്കാം. തുലാം രാശി ചിത്തിര അവസാന പകുതി ഭാഗം, ചോതി വിശാഖം ആദ്യ മുക്കാൽ ഭാഗം. വ്യക്തിബന്ധങ്ങളിൽ ചില വിള്ളലുകൾ വീഴുവാൻ സാധ്യതയുള്ള ദിവസമാണ്. ദീർഘകാല സുഹൃത്തുക്കളുമായി അകൽച്ചയോ തർക്കങ്ങളോ ഉണ്ടായേക്കാം. അടുത്ത ബന്ധുക്കളുമായി കലഹങ്ങളോ അകൽച്ചയോ ഉണ്ടാകുവാനും ഇടയുണ്ട്. വൃശ്ചികം രാശി വിശാഖം അവസാന കാൽഭാഗം, അനിഴം തൃക്കേട്ട. ദീർഘകാലമായി നിലനിൽക്കുന്ന ശത്രുത അവസാനിക്കുന്ന ദിവസമാണിന്ന്. നിയമപരമായ തർക്കങ്ങളിൽ അനുകൂലമായ ഫലങ്ങൾ പ്രതീക്ഷിക്കാം. പുതിയ സുഹൃത്ത് ബന്ധങ്ങൾ രൂപപ്പെടുവാനും അവർ വഴി ഭാവിയിൽ നല്ല കാര്യങ്ങൾ സംഭവിക്കുവാനും യോഗ്യതയുണ്ട്. ധനുരാശി മൂലം പൂരാടം ഉത്രാടം ആദ്യ കാൽഭാഗം. സാമ്പത്തിക കാര്യങ്ങളിൽ അപ്രതീക്ഷിതമായ ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാകുമെങ്കിലും അമിതാഡംബരങ്ങൾ ഒഴിവാക്കി ചെലവുകൾ നിയന്ത്രിക്കുവാൻ ശ്രദ്ധിക്കുക. പങ്കാളിയുമായോ സന്താനങ്ങളുമായോ ചെറിയ കലഹങ്ങൾക്ക് സാധ്യതയുണ്ട്. മകരം രാശി ഉത്രാടം അവസാന മുക്കാൽ ഭാഗം, തിരുവോണം അവിട്ടം ആദ്യ പകുതി ഭാഗം. തൊഴിൽ ബിസിനസ് രംഗങ്ങളിൽ പുതിയ വാതിലുകൾ തുറക്കപ്പെടുന്ന സമയമാണ്. സർക്കാർ ജോലിയിൽ കാത്തിരിക്കുന്നവർക്ക് അർഹമായ നിയമനം ലഭിക്കും. സാമ്പത്തിക ക്ലേശങ്ങൾ മാറി ഐശ്വര്യം കൈവരുന്നതിനൊപ്പം കുടുംബത്തിൽ സന്തോഷവും നിലനിൽക്കും. കുംഭം രാശി അവിട്ടം അവസാന പകുതി ഭാഗം, ചതയം പൂരുട്ടാതി ആദ്യ മുക്കാൽ ഭാഗം. സാമ്പത്തിക ഇടപാടുകളിൽ അതീവ ജാഗ്രത പുലർത്തുക. സർക്കാർ തലത്തിലുള്ള അന്വേഷണങ്ങൾക്കോ സാമ്പത്തികമായ നൂലാമാലകൾക്കോ നേരിടുവാൻ ഇടവന്നേക്കാം. ചൊവ്വയുടെ സ്ഥാനം അനുകൂലമല്ലെങ്കിൽ സ്വത്തുക്കൾ സംബന്ധമായ പ്രതിസന്ധികൾ വരാനും ഇടയുണ്ട്. മീനം രാശി പുരുട്ടാതി അവസാന കാൽഭാഗം, ഉത്രട്ടാതി രേവതി. സുരക്ഷാ സേനകളിലോ കായിക മേഖലയിലോ പ്രവർത്തിക്കുന്നവർക്ക് ഉന്നത സ്ഥാനമാനങ്ങൾ ലഭിക്കും. ഭൂമി സംബന്ധമായ തർക്കങ്ങൾ രമ്യമായി പരിഹരിക്കപ്പെടും. കുടുംബത്തിൽ സമാധാനവും ഐക്യവും നിലനിൽക്കും. ഇവയെല്ലാം ഒരു ദിവസത്തെ പൊതുവായ സൂചനകളാണ്. ഓരോ പ്രവർത്തനത്തിലും ആത്മവിശ്വാസവും ഈശ്വരാധീനവും പുലർത്തുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങൾക്കും പരിഹാരങ്ങൾക്കും ജയറാണി EV 9746812212.